ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു യൂട്യൂബ് കണ്ടൻ്റ് എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ഏതെങ്കിലും ഫേസ് എല്ലാം തന്നെ നിങ്ങൾ മറ്റു ആരുടെയെങ്കിലും വീഡിയോയിലെല്ലാം കാണുന്നു. ഇപ്പോൾ നല്ല രീതിയിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഒരു ഫേസ് എല്ലാം അവിടെ കാണിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇത് അധികം പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. എന്നാൽ നിങ്ങളുടെ ഫേസ് ഇത് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് നെഗറ്റീവായ എന്തെങ്കിലും വീഡിയോ കണ്ടൻ്റ് എല്ലാം ചെയ്യുമ്പോൾ അതിന് ഒരു എക്സാമ്പിൾ എന്ന നിലയിലെല്ലാം നമ്മുടെ ഫേസ് എല്ലാം വരുമ്പോൾ ഇത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ യൂട്യൂബ് കണ്ടൻ്റ് എല്ലാം ചെയ്യുന്ന എല്ലാ ക്രിയേറ്റേഴ്സും നിർബന്ധമായും ഈ ഒരു കാര്യമെല്ലാം സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു കാര്യമെന്നെല്ലാം നോക്കാം. ഇതിനായി ഞാൻ ഇവിടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടൻറ് ഡിറ്റക്ഷൻ എന്നതിലാണ് പോകുന്നത്. ഇനി നമുക്ക് ഇവിടെ ലൈറ്റ്നസ് ബേറ്റ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. അതായത് നമ്മുടെ ഫേസ് എല്ലാം തന്നെ ഇതുപോലെ AI യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് നമുക്ക് സാമ്യമുള്ള ഫേസ് എല്ലാം തന്നെ പലപ്പോഴും നമ്മൾ ഇതുപോലെ നേരത്തെ AIക്ക് വേണ്ടി പല ഫോട്ടോസ് വീഡിയോസ് എല്ലാം കൊടുക്കുമ്പോഴെല്ലാം ഇതുപോലെ സാമ്പിളിങ്ങിനെല്ലാം ആ ഒരു കണ്ടന്റ് എല്ലാം അവർ യൂസ് ചെയ്യുന്നത് കാരണം തന്നെ പല ആളുകളും വീഡിയോസ് എല്ലാം ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് സാമ്യമായ കാര്യമെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഈ ഒരു കാര്യമെല്ലാം ഒഴിവാക്കുന്നതിനാണ് നമ്മൾ ഈ ഒരു ലൈറ്റ്നസ് ബേറ്റ എന്നത് ഇത് ഓൺ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. ഇതിനായി നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് നൗ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളോട് കുറച്ച് കാര്യങ്ങളെല്ലാം എഗ്രി ചെയ്യാൻ പറയുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റായി പറയുന്നത് നമ്മൾ ഇവരുടെ ഈ ഒരു കാര്യമെല്ലാം എഗ്രി ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ ഒരു ഫോട്ടോ ID കാർഡ് അതുപോലെ നമ്മുടെ വീഡിയോ എല്ലാം തന്നെ ഫേസ് കാണിച്ചുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണം. ഇനി നമ്മുടെ മെയിലിൽ ഈ ഒരു വേരിഫിക്കേഷൻ പ്രോസസ്സ് എല്ലാം പാസ്സാകുമ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ എല്ലാം വരും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്യുക എന്ന് നോക്കാം. ഞാനിവിടെ കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കൺസെൻ്റ് എല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം എഗ്രി എന്ന് കൊടുക്കാം. എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു QR കോഡ് എല്ലാം സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോണിൻ്റെ ഈ ഒരു ക്യാമറ എല്ലാം യൂസ് ചെയ്ത് ഈ ഒരു QR കോഡ് എല്ലാം സ്കാൻ ചെയ്യുകയാണ് വേണ്ടത്. ഇത്തരത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും കുറച്ച് ഓപ്ഷൻസ് എല്ലാം ലഭിക്കും. ഈ സ്കാൻ ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ലിങ്കിലെല്ലാം ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ജിമെയിലിലേക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. ഇനി നമുക്കിവിടെ രണ്ട് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ടേക്ക് എ ഫോട്ടോ ഓഫ് യുവർ ID അതുപോലെ ഒരു ബ്രീഫ് വീഡിയോ. അപ്പോൾ നമുക്കിത് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഇപ്പോൾ ആദ്യം തന്നെ വരുന്നത് നമ്മുടെ കൺട്രി എല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ID കാർഡിൻ്റെ ഇത് ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പാൻ കാർഡ്, വോട്ടേഴ്സ് ID ഇതെല്ലാം നമുക്കിവിടെ ഡോക്യുമെൻ്റായി കൊടുക്കാം. ഞാനിവിടെ ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്തു. ഇനി താഴേക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ യൂസ് ദി ഓട്ടോമാറ്റഡ് റിവ്യൂ എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ID എല്ലാം തന്നെ ഇവിടെ ഇത് നമുക്ക് ഫോട്ടോ എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിനായി എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഇനി ഇത് തെറ്റാതെ ഇവിടെ നമുക്കൊരു ഫോട്ടോ എല്ലാം എടുക്കണം. കറക്റ്റായി നമ്മുടെ ID എല്ലാം കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഫോട്ടോ എല്ലാം എടുക്കാൻ. ഇത്തരത്തിൽ ഫോട്ടോ എടുത്തതിന് ശേഷം ഇപ്പോൾ ബാക്ക് ഓഫ് ദി ID എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ബാക്ക് സൈഡ് എല്ലാം എടുക്കാനാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാം വേരിഫൈഡ് ഓൺ ജൂൺ 25, 2023. അതുപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്നതിൽ വീണ്ടും ടാപ്പ് ചെയ്യുക. ഇനിയാണ് നമുക്ക് ഇവിടെ നമ്മുടെ ഫേസ് എല്ലാം ഇത് റെക്കോർഡ് ചെയ്യാൻ പറയുന്നത്. അതിന് നമുക്ക് നെക്സ്റ്റ് എന്നതിൽ വീണ്ടും ടാപ്പ് ചെയ്യാം. ഇനി ഇതുപോലെ നമുക്ക് ഫേസ് എല്ലാം ഇതിൽ കാണിക്കുന്ന ഈ ഒരു ഡയറക്ഷനിലെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസ് കറക്റ്റായി ക്യാപ്ചർ ചെയ്യണം. അതായത് ഒരു വീഡിയോ എല്ലാം ക്യാപ്ചർ ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഇത് കറക്റ്റായി ക്യാപ്ചർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം വേരിഫിക്കേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് വന്നിട്ടുണ്ട്. പ്ലീസ് ഡോണ്ട് ലീവ് ദി സ്ക്രീൻ. അപ്പോൾ ഈ ഒരു വേരിഫിക്കേഷൻ്റെ പ്രോസസ്സ് എല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ നമ്മുടെ ഇൻഫോ എല്ലാം തന്നെ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഈ വേരിഫിക്കേഷൻ എല്ലാം ഇതെല്ലാം അപ്രൂവൽ ലഭിക്കുന്നതിന് കുറച്ച് ദിവസമെല്ലാം എടുക്കുമെന്നാണ് പറയുന്നത്. അതിനായി നമ്മുടെ ഇമെയിൽ എല്ലാം തന്നെ ചെക്ക് ചെയ്യാനും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കും ഈ ഒരു കാര്യമെല്ലാം ഇപ്പോൾ തന്നെ സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം ഈ അപ്രൂവൽ എല്ലാം വരികയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഫേസ് മറ്റുള്ളവർ ഏതെങ്കിലും കണ്ടൻറ്റിലെല്ലാം യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസിലെല്ലാം യൂസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും അത് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അതിനെല്ലാം ഉള്ള ഓപ്ഷൻസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയോ എന്നറിയുന്നതിന് വേണ്ടി ഈ കണ്ടൻറ്റ് ഡിറ്റക്ഷൻ എന്നതിൽ പോയതിനു ശേഷം ലൈറ്റ്നസ് എന്നതിൽ ഇവിടെ നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും യുവർ വേരിഫിക്കേഷൻ ഈസ് ഇൻ റിവ്യൂ. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസും ചേഞ്ച് ആകുന്നുണ്ടോ എന്നെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ മെയിലും നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്, നിങ്ങളുടെ പ്രൈവസി എല്ലാം നിങ്ങൾ കൂടുതലായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എല്ലാം ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്തിരിക്കാൻ മറക്കാതിരിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.